തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കാണിക്കവഞ്ചികൾ കുത്തിത്തുറന്ന് കവർച്ച നടത്തി വന്ന മുൻ ക്ഷേത്ര പൂജാരിയായ യുവാവ് പിടിയിൽ. കൊട്ടാരക്കര വെട്ടിക്കവല കുറ്റിക്കോണം സജിതാ ഭവനിൽ 40 വയസ്സുള്ള സജിത്ത് പോറ്റി എന്നയാളാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. അഞ്ചൽ വടമൺ ക്ഷേത്രത്തിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് സജിത്ത് പോറ്റിയെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു ക്ഷേത്രത്തിലെ ഗേറ്റിന്റെ പൂട്ടുപൊളിച്ചകത്ത് കിടന്ന സജിത്ത് ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചിരുന്ന 2 കാണിക്കവഞ്ചികളും ശ്രീകോവിലിന് മുന്നിലിരുന്ന കാണിക്കവഞ്ചിയും കുത്തിപ്പൊളിച്ച് പണം അപഹരിച്ചത്. ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയിൽ കേസെടുത്ത അഞ്ചൽ പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തു. പ്രതിക്കായി അന്വേഷണം പുരോഗമിക്കവേ മറ്റൊരു മോഷണ കേസിൽ സജിത്തിനെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതേ തുടർന്ന് കോടതിയുടെ അനുമതിയോടെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ അഞ്ചൽ കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ പിന്നീട് ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൂടായ്മ ഉണ്ടല്ലോ. ഞാൻ പകരം ഒരാളും വന്നായിരുന്നു. ഈ 9 മണി അമ്പലത്തിൽ ജോലി ചെയ്തിട്ടുണ്ടോ? അറിയത്തില്ല. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലായി പ്രതിക്കെതിരെ 25ഓളം കവർച്ചാ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറയുന്നു. വിവിധ ജില്ലകളിൽ ഇയാൾ ക്ഷേത്രങ്ങളിൽ കീഴ്ശാന്തിയായി ജോലിയും ചെയ്തിട്ടുണ്ട്. കവർച്ച നടത്തിയ വടമൺ ക്ഷേത്രത്തിലും ഇയാൾ ഏതാനും മാസം ജോലി ചെയ്തിരുന്നു. നമ്മുടെ വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 2 മാസത്തിന് മുന്നേ രാത്രി ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറി ഒരു 11:30 മണിയോടുകൂടി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന 2 കാണിക്ക വഞ്ചികൾ മോഷ്ടിക്കുകയും കൂടാതെ താഴെ ദേവീക്ഷേത്രത്തിലുണ്ടായിരുന്ന ശ്രീകോവിലിനുള്ളിലുണ്ടായിരുന്ന കാണിക്ക വഞ്ചി ശ്രീകോവിൽ തുറന്ന് കാണിക്ക വഞ്ചി പുറത്തെടുത്ത് അത് അപഹരിക്കാൻ ശ്രമിക്കവേ പരിസരത്തുണ്ടായിരുന്ന ഞങ്ങൾ കുറച്ച് പേർ പട്ടികളുടെ കുട കേട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇതുപോലെ അനകാരണമായി ഒരു സ്റ്റീൽ വഞ്ചി താഴെ ഇരിക്കുന്നത് കണ്ട്, ടോർച്ചിൻ്റെ വെട്ടത്തിൽ താഴെ ഇരിക്കുന്നത് കണ്ട് ഞങ്ങൾ പരിസരക്കാരെ എല്ലാം കൂടെ വിളിച്ചുണർത്തി കമ്മിറ്റിക്കാരെ എല്ലാം കൂടെ ചേർന്ന് വന്ന് പരിശോധിച്ചപ്പോൾ ഇതുപോലെ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചികൾ കുത്തി തുറക്കാൻ ശ്രമിക്കുന്നതായി കാണുകയും ഞങ്ങൾ പരിസരമെല്ലാം അരിച്ചു പെറുക്കിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ രാത്രി അപ്പോൾ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും കമ്മിറ്റിക്കാരെല്ലാം കൂടെ ചേർന്ന് രാത്രി മൊത്തം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ മറ്റ് കാണിക്ക വഞ്ചികളെല്ലാം അപഹരിക്കാൻ ശ്രമിക്കുന്നതായി ഒക്കെ കാണുകയും അപ്പോൾ തന്നെ പോലീസുകാർ രാത്രി തന്നെ എത്തി പരിസരവും എല്ലാം അരിച്ചു പെറുക്കിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ അടുത്ത സമയത്തായി പ്രതിയെ മറ്റൊരു കേസിൽ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളിവെടുപ്പിനായാണ് ഇപ്പോൾ പ്രതിയുമായി അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് SIയും മറ്റും ക്ഷേത്രത്തിൽ നിന്ന് അതിൻ്റെ തെളിവെടുപ്പ് പൂർണ്ണമാക്കിയിട്ടുള്ളതാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നാട്ടുവാർത്ത, അഞ്ചൽ.